പ്രിയമുള്ള രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, വിദ്യാഭ്യാസ രംഗത്തെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് പഠനം സമഗ്രവും ലളിതവും സ്പഷ്ടവുമായി രസകരമാക്കി ഉയർന്ന വിജയശതമാനം കൈവരിക്കുവാൻ പുതിയൊരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനായ തിങ്ക് എഡ്യൂക്കേഷൻ ഈസി ഓർ തിങ്ക് ഈസി എന്ന ഓൺലൈൻ ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ്സുകളുമായി ഞങ്ങൾ രംഗത്ത് വരികയാണ്. കേരള സ്റ്റേറ്റ് സിലബസ്, CBSE സിലബസുകളിലെ 10th, +1, +2 ക്ലാസ്സുകളിലെ എല്ലാ സബ്ജക്റ്റുകളും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏറ്റവും മികച്ച അധ്യാപകരിൽ നിന്നും ലൈവായി വിദ്യാർത്ഥികളുടെ സബ്ജക്റ്റിൽ അധിഷ്ഠിതമായ ഏത് സംശയവും തീർത്ത് ഏറ്റവും മിതമായ ഫീസ് നിരക്കിൽ ഓൺലൈൻ ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ്സുകൾ ലഭ്യമാക്കുന്ന തിങ്ക് എഡ്യൂക്കേഷൻ ഈസി ഓർ തിങ്ക് ഈസിയുടെ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തിങ്ക് ഈസിയുടെ പ്രത്യേകതകൾ: ഓൺലൈൻ ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ്സസ്, doubt clearance sessions, special attention for all students, expert and well-trained teachers, follow-up activities, moderate fees, chapter-wise test papers, remedial teaching, special classes for your exams, last-minute revision for each subject, counseling for parents and students, motivation classes. Learn easy with Think Easy. Hi children, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മാത്സിൻ്റെ സ്റ്റേറ്റ് ലെവൽ CBSE ലെവൽ എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും അതേപോലെ തന്നെ എന്നാൽ സ്റ്റുഡൻസ് ഭയങ്കര പേടിയോടെ അല്ലെ ഒരു താല്പര്യം കാണിക്കാത്തതുമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രി. സോ മാത്സിൻ്റെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ലെവൽ അതേപോലെ തന്നെ പല ഹയർ ലെവലിലും ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളൊരു ടോപ്പിക്കാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ബേസ് ലെവലിൽ നിന്ന് തന്നെ കാര്യമായിട്ടുള്ള മനസ്സിലാക്കി പഠിക്കാതെ വരുന്നതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ട് ഒട്ടുമിക്ക സ്റ്റുഡൻസും ഒട്ടും താല്പര്യം കാണിക്കാത്തതും അല്ലെ മാത്സിൽ മാർക്ക് കുറവ് സ്കോർ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ട്രിഗണോമെട്രിയുടെ ബേസിക് ഇല്ലാതെ പോകുന്നതാണ്. സോ നമുക്ക് ബേസിക് ലെവൽ എന്താണ് ട്രിഗണോമെട്രി, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബേസിക് കാര്യങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ കാര്യമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആക്കുന്ന രീതിയിൽ പഠിക്കാം. സോ ദ വേർഡ് ട്രിഗണോമെട്രി ഈസ് ആക്ച്വലി എ കോമ്പിനേഷൻ ഓഫ് 3 വേർഡ്സ്. 3 വാക്കുകളുടെ, അതായത് ട്രൈ, ഗോണോ ആൻഡ് മെട്രി, ഈ 3 വാക്കുകളുടെ ഒരു കോമ്പിനേഷനാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ട്രൈ മീൻസ് എന്താണ്? 3 അല്ലേ, 3. ട്രൈ. ഗോണോ മീൻസ് കോണ് അല്ലെങ്കിൽ ആംഗിൾ. ഗോണോ മീൻസ് ആംഗിൾ. ആൻഡ് മെട്രി മീൻസ് എന്താണ്? സ്റ്റഡി അല്ലെങ്കിൽ മെഷർമെൻറ്റ്. സ്റ്റഡി അഥവാ മെഷർമെൻറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ദ വേർഡ് ട്രിഗണോമെട്രി മീൻസ് എന്താണ്? 3 ആംഗിളുകൾ അല്ലെങ്കിൽ 3 സൈഡുള്ള ഫിഗറിൻ്റെ ആംഗിളുകൾ, അതിൻ്റെ സൈഡ്സ്, വശങ്ങൾ തമ്മിലുള്ള മെഷർമെൻറ്റ്, റിലേഷൻസ്, അതിൻ്റെ സ്റ്റഡിയാണ് എന്ത് പറയുന്നത്? ട്രിഗണോമെട്രി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ട്രിഗണോമെട്രി എന്ന് പറയുന്നത് 3 സൈഡുള്ള ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു സ്റ്റഡിയാണ്. അപ്പം 3 സൈഡുള്ള ഫിഗർ ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രയാങ്കിൾസ് ആണ് അല്ലേ. അപ്പോഴും ട്രിഗണോമെട്രി ആപ്ലിക്കബിൾ ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ അവിടെ പറയുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ട്രയാങ്കിൾ എന്തായിരിക്കണം? ട്രിഗണോമെട്രി ആപ്ലിക്കബിൾ ആകണമെങ്കിൽ ആ ട്രയാങ്കിൾ എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആയിരിക്കണം? അത് കണ്ടീഷൻ അപ്ലൈഡ് ആണ്. ട്രിഗണോമെട്രി ആപ്ലിക്കബിൾ ആകണമെങ്കിൽ ആ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരിക്കണം. ഓക്കെ, അപ്പം ട്രിഗണോമെട്രി എന്ന് പറയുന്നത് 3 സൈഡുള്ള ഫിഗറിൻ്റെ സ്റ്റഡിയാണ്, ട്രയാങ്കിൾസിൻ്റെ സ്റ്റഡിയാണ്. കണ്ടീഷൻ അപ്ലൈഡ് ആണ് എന്ത്? അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണമായിരിക്കണം. നമ്മൾ മലയാളത്തിൽ പറയുന്നത് മട്ട ത്രികോണം എന്നാണ്. അതിൻ്റെ സ്റ്റഡിയാണ് എന്ത്? ട്രിഗണോമെട്രി. അപ്പോൾ നമുക്ക് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്താണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. എന്താണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ? ഒരു ട്രയാങ്കിളിൻ്റെ, ഞാനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ട്രയാങ്കിൾ ABC എന്നുള്ളൊരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആകുന്നത് എപ്പോഴാണ്? ഈ ട്രയാങ്കിൾ ABCയുടെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ, നമുക്കറിയാം 3 ആംഗിൾ ഉണ്ട് ഒരു ട്രയാങ്കിളിന്, അതിലേതെങ്കിലും ഒരു ആംഗിൾ, ഏത് ആംഗിളും ആവാം, A ആകാം, B ആകാം, C ആകാം. അപ്പം ഞാൻ എടുത്ത ട്രയാങ്കിളിൽ ആംഗിൾ BA ആണ് ഞാൻ 90 ആയിട്ട് ഫിക്സ് ചെയ്തത്. അപ്പം ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആകുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? റൈറ്റ് ആംഗിൾഡ്
ട്രയാങ്കിൾ എന്ന് വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ്, ഏറ്റവും നീളം കൂടിയ വശത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയാൻ പറ്റും. ഹൈപ്പോട്ടന്യൂസ് അഥവാ മലയാളത്തിൽ കർണം എന്നൊക്കെ പറയാം. ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ് ഹൈപ്പോട്ടന്യൂസ് ആണ്. അതേപോലെ തന്നെ അതിനൊരു ബേസ് കാണും അല്ലേ, ഒരു പാദം കാണും. ദെൻ അതിനൊരു ഹൈറ്റ് കാണും അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കാണും. ഓക്കെ, അപ്പം ഒരു റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബേസിക് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏതെങ്കിലും ഒരു ആംഗിൾ എന്തായിരിക്കണം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 90 ആയിരിക്കണം. അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കുന്നു. ഒരു ബേസ് സൈഡ് കാണും ആൻഡ് ഒരു ഓൾട്ടിറ്റ്യൂഡ് കാണും അല്ലേ. അപ്പം നമ്മൾ കൊച്ചു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് തമ്മിലുള്ള ഒരു റിലേഷൻ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തിയറമാണ്, പൈതഗോറസ് തിയറം എന്നൊക്കെ പറയും. മാത്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ആപ്ലിക്കേഷൻ ലെവലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ് പൈതഗോറസ് തിയറം. അപ്പം എന്താണ് പൈതഗോറസ് തിയറം എന്നുള്ളത് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പൈതഗോറസ് തിയറം പറയുന്നത് ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ് ഏതാണ്? നമ്മൾ പറഞ്ഞു ഹൈപ്പോട്ടന്യൂസ് അല്ലേ, കർണം ആണ്. ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേറ്റവും ലോങ്ങസ്റ്റ് സൈഡായിട്ടുള്ള ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് അതർ ടു സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ. അതായത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ട്രിഗണോമെട്രിയിലെ പല ക്വസ്റ്റ്യൻസിലും ഏറ്റവും കൂടുതൽ ആവശ്യകരമായിട്ട് വരുന്നൊരു തിയറം കൂടിയാണ് പൈതഗോറസ് തിയറം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്. ട്രിഗണോമെട്രിക് റേഷ്യോസിൻ്റെ കൂടെ തന്നെ കമ്പൈൻ ചെയ്ത് പല ക്വസ്റ്റ്യൻസും ചെയ്യാനായിട്ട് ആവശ്യമുള്ളൊരു തിയറം കൂടിയാണ് പൈതഗോറസ് തിയറം. ഓക്കെ, അപ്പം നമ്മൾ ട്രിഗണോമെട്രിയിലേക്ക് വരാം. ട്രിഗണോമെട്രിയിൽ ഇനി പ്രധാനമായിട്ട് അല്ലെങ്കിൽ ട്രിഗണോമെട്രിയുടെ ബേസിക് എന്ന് പറയുന്നത് കുറച്ച് റേഷ്യോസ് ആണ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയാം. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ട്രയാങ്കിൾ ആയിരിക്കണം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം. ഈ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ വശങ്ങൾ, സൈഡ്സ്, ആംഗിൾസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് റേഷ്യോസ് ഉണ്ട്. ആ റേഷ്യോസ് ആണ് എന്ത്? ട്രിഗണോമെട്രിയുടെ ബേസ് എന്ന് പറയുന്നത്. ഈ റേഷ്യോസ് എങ്ങനെയാണ് ഒരു ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഏത് ട്രയാങ്കിൾ? റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ട്രിഗണോമെട്രിക് റേഷ്യോസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം ഞാനൊരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിന് ഞാൻ നെയിം ചെയ്യുന്നത് ABC എന്നാണ്. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കാനായിട്ട് ട്രിഗണോമെട്രിയിൽ എടുക്കുന്ന ട്രയാങ്കിൾ എന്തായിരിക്കണം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം. അതിലെ ആംഗിൾ ബിയെ ഞാൻ ഒരു റൈറ്റ് ആംഗിളായിട്ട് ഫിക്സ് ചെയ്തു, 90 ഡിഗ്രി ആയിട്ട് ഫിക്സ് ചെയ്തു. നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എപ്പോഴും പറയുന്നത് ട്രയാങ്കിളിലെ റൈറ്റ് ആംഗിൾ അല്ലാതെ ഉള്ള ബാക്കി രണ്ട് ആംഗിൾസിനെ ബേസ് ചെയ്തായിരിക്കും. അതായത് ഒരിക്കലും നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കുന്നത് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തായിരിക്കും? ബാക്കി രണ്ട് ആംഗിളുകളെ ബേസ് ചെയ്തായിരിക്കും. ഇതിലെ ആദ്യത്തെ റേഷ്യോ, പ്രധാനമായിട്ടും 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് വരുന്നത്. അതിലെ ആദ്യത്തെ റേഷ്യോ എന്ന് പറയുന്നത് സൈനാണ്. ഓക്കെ, അപ്പം ഞാൻ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ ABCയിൽ ഞാൻ ട്രിഗണോമെട്രിക് റേഷ്യോ ആംഗിൾ എയെ ബേസ് ചെയ്താണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ആംഗിൾ എ എനിക്കറിയത്തില്ല, ആംഗിൾ എയും ആംഗിൾ സിയുടെയും വാല്യൂസ് എനിക്കറിയത്തില്ല. ആംഗിൾ ബി മാത്രം എനിക്കറിയാം, എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം ഞാൻ ആംഗിൾ എയെ തീറ്റ എന്ന് വിളിക്കുന്നു. തീറ്റ ഒന്നും കണ്ട് പേടിക്കണ്ട. തീറ്റ എന്ന് പറയുന്നത് മാത്സിൽ നമുക്ക് അറിയാലോ, മാത്സിൽ കൂടുതലും വേരിയബിൾസ് ഇട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. പ്രധാനമായിട്ട് ആംഗിൾസ്, അറിയാത്ത ആംഗിൾസിനെ എല്ലാം നമ്മൾ ഇതുപോലുള്ള ഗ്രീക്ക് വേർഡ്സ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. സോ ഞാൻ തീറ്റ എന്ന് വിളിച്ചു. തീറ്റ എന്ന് വേണമെന്നില്ല കേട്ടോ, ആംഗിൾ എ എന്ന് എടുത്താലും കുഴപ്പമില്ല. അപ്പം ആദ്യത്തെ റേഷ്യോ സൈൻ റേഷ്യോ അല്ലെങ്കിൽ സൈൻ ഓഫ് എ എന്നും പറയാം. അതായത് ആംഗിൾ എയെ അടിസ്ഥാനമാക്കിയുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ ആയിട്ടുള്ള സൈനാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. സൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്
സൈഡ് എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഒരു ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ എയെ അടിസ്ഥാനമാക്കിയാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കാൻ പോകുന്നതെങ്കിൽ അതിലെ സൈൻ ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും? ആംഗിൾ എയുടെ അല്ലേ? നമ്മൾ ആംഗിൾ എ അടിസ്ഥാനമാക്കിയാണല്ലോ ട്രിഗണോമെട്രിക് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അപ്പം ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് സൈഡ്, ആംഗിൾ എയോട് ചേർന്ന് കിടക്കുന്ന സൈഡുകളാണ് എ ബിയും എ സിയും. അത് ചേർന്ന് കിടക്കുന്ന വശങ്ങളാണ്. ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്നത് ഏതാണ്? ബി സി ആണ് അല്ലേ? സൈഡ് ബി സി. ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താ? ലോങ്ങസ്റ്റ് സൈഡാണ് അല്ലേ? ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് എ സി അല്ലേ? അപ്പം സൈൻ ഓഫ് എ, അല്ലെങ്കിൽ നമുക്കതിനെ ഷോർട്ട് ചെയ്ത് വിളിക്കാം. ആദ്യത്തെ 3 അക്ഷരം വെച്ച് സൈൻ എ എന്നും പറയാം. സൈൻ ഓഫ് എ അഥവാ സൈൻ എ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഈ ട്രയാങ്കിൾ ഓപ്പോസിറ്റ് സൈഡ് എ സി ആണ്, ഓപ്പോസിറ്റ് സൈഡ് ബി സി ആണ്, ആൻഡ് ഹൈപ്പോട്ടന്യൂസ് എ സി ആണ്. ഇനി അടുത്ത ട്രിഗണോമെട്രിക് റേഷ്യോ നോക്കാം. ഓക്കെ, അപ്പോൾ സൈൻ എ എന്തായിരുന്നു? ഇസിക്കൽ ടു നമുക്ക് എഴുതാമല്ലോ, ബി സി ഡിവൈഡഡ് ബൈ എ സി. നെക്സ്റ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ കൊസൈൻ ഓഫ് ആംഗിൾ എ, അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? സൈൻ ഓഫ് ആംഗിൾ എ നമ്മൾ സൈൻ എ എന്ന് വിളിച്ച പോലെ കൊസൈൻ ഓഫ് ആംഗിൾ എ നമുക്ക് എന്ത് വിളിക്കാം? കോസ് എ എന്ന് പറയാം അല്ലേ? ഷോർട്ട് ചെയ്ത് നമ്മൾ കോസ് എ എന്ന് പറയുന്നു. ഇനി കോസ് എ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കോസ് എ മീൻസ് അഡ്ജസൻറ്റ് സൈഡ് എ ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ എ എന്ന് പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. സൈൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസിൽ വരുമ്പോൾ അതെന്തായി? അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയി. അഡ്ജസൻ്റ് എന്താണ്? അഡ്ജസൻ്റ് അടുത്ത് കിടക്കുന്നത് അല്ലേ? അതായത് ആംഗിൾ എയോട് ചേർന്ന് കിടക്കുന്ന വശം. ഇവിടെ ഈ ട്രയാങ്കിൾ ആംഗിൾ എയോട് ചേർന്ന് കിടക്കുന്ന വശങ്ങൾ എ ബിയും എ സിയും ആണ്. ഇതിൽ എ സി എന്ന് പറയുന്നത് എന്താ? ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ അഡ്ജസൻ്റ് സൈഡായിട്ട് എടുക്കുന്ന ഏത് സൈഡിനെയാണ്? എ ബി എ ആണല്ലേ? അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അഡ്ജസൻ്റ് സൈഡിന് പകരം എ ബി എന്ന് കൊടുക്കാം, ഹൈപ്പോട്ടന്യൂസിന് പകരം നമുക്ക് എ സി എന്നും കൊടുക്കാം. അതായത് കൊസൈൻ ഓഫ് ആംഗിൾ എ അഥവാ കോസ് എന്ന് പറയുന്നത് എ ബി ഡിവൈഡഡ് ബൈ എ സി. അപ്പം സൈൻ എ ബി സി ബൈ എ സി ആയിരുന്നു. കോസ് എ എന്താണ്? എ ബി, അതായത് അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് അല്ലേ? ഇനി അടുത്ത ട്രിഗണോമെട്രിക് റേഷ്യോ ടാൻജന്റ് ഓഫ് എ. ടാൻജന്റ് ഓഫ് എ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് എ ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് സൈഡ്. അപ്പോൾ ടാൻജന്റ് ഓഫ് ആംഗിളെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? നമ്മൾ സൈനിലും സൈനെ സൈൻ ഓഫ് ആംഗിളെ സൈൻ എന്ന് വിളിച്ച പോലെ, അല്ലെ കൊസൈൻ ഓഫ് ആംഗിളെ കോസെ എന്ന് വിളിച്ച പോലെ ടാൻജന്റ് ഓഫ് ആംഗിളെ നമുക്ക് എന്ത് വിളിക്കാം? ടാൻ എ എന്നും പറയാം. ഷോർട്ട് ചെയ്ത് നമ്മൾ ടാൻ എ എന്ന് പറയുന്നു. ടാൻ എ മീൻസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് സൈഡ്. അപ്പം ഈ ട്രയാങ്കിൾ ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻ്റ് സൈഡും കൂടെ ചേർത്ത് നമുക്ക് ആ റിലേഷനോടൊന്ന് കണ്ടുപിടിക്കാം. ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് സൈഡ്. ഏതിന്? നമ്മൾ ആംഗിൾ എയുമായിട്ട് വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ എ ആണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കുന്നത്. അപ്പം എയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് നമ്മൾ നോക്കുന്നത്. എയ്ക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ബി സി ആണ്. അഡ്ജസൻ്റ് സൈഡ് എയോട് ചേർന്ന് കിടക്കുന്ന വശങ്ങൾ 2 ഉണ്ടെങ്കിലും അതിലൊരെണ്ണം എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം മറ്റേ സൈഡിനെയാണ് നമ്മൾ അഡ്ജസൻ്റ് സൈഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടുത്തെ അഡ്ജസൻ്റ് സൈഡ് എന്ന് പറയുന്നത് എ ബി വരും. അപ്പോൾ ടാൻജന്റ് ഓഫ് എ അല്ലെങ്കിൽ ടാൻ എ എന്ന് പറയുന്നത് എന്താണ്? ബി സി ബൈ എ ബി ആണ്. ഓക്കെ ആണേ? അപ്പം അതിനെ നമുക്ക് ഒന്നെഴുതാം. ടാൻ എ ഇസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി സി ഡിവൈഡഡ് ബൈ അഡ്ജസൻ്റ് സൈഡ് എ ബി. അപ്പം
പ്രധാനമായിട്ടും സ്റ്റേറ്റ് ലെവൽ CBSE ലെവലുകളിൽ ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ട്രിഗണോമെട്രിയിൽ തന്നെ ഒരു പോർഷനാണ് ഈ 3 ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ഇതിൻ്റെ റെസിപ്രോക്കൽസ് ആയിട്ട് വരുന്ന, അങ്ങനെ വേണം പറയാം, ഇതിൻ്റെ റെസിപ്രോക്കൽസ് ആയിട്ട് വരുന്ന 3 ട്രിഗണോമെട്രിക് റേഷ്യോസ് കൂടെ ഉണ്ട്. അത് കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ, കൊസീക്കൻറ്റ് ഓഫ് ആംഗിൾ എ. കൊസീക്കൻറ്റ് ഓഫ് ആംഗിൾ എ അഥവാ കൊസീക് എ അല്ലേ. നമ്മൾ ബാക്കിയെല്ലാം ഷോർട്ട് ചെയ്ത പോലെ തന്നെ ഇതിനെ ഒന്ന് ഷോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഷോർട്ട് ചെയ്യുമ്പം ആദ്യത്തെ 3 ലെറ്റേഴ്സ് കോസ് തന്നെയാണ് വരുന്നത്. അത് ഓൾറെഡി ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൊസീക്ക് എന്നുള്ള രീതിയിൽ ഷോർട്ട് ചെയ്യുന്നത്. അപ്പം കൊസീക്ക് എ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഇങ്ങനെയും ഓർത്തിരിക്കാം, അല്ലെ ഓർത്തിരിക്കാനുള്ളൊരു എളുപ്പ വഴിയുണ്ട്. കൊസീക്ക് എന്ന് പറയുന്നത് എന്താണ്? സൈൻ ആംഗിൾ അല്ലെ സൈൻ ഓഫ് ആംഗിളെ തിരിച്ചിടുന്നതാണ്, അല്ലെ അതിൻ്റെ റെസിപ്രോക്കലാണ് അല്ലേ. സൈൻ എന്തായിരുന്നു? സൈൻ ഓഫ് ആംഗിളെ എന്തായിരുന്നു? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പം കൊസീക്ക് അത് തിരിഞ്ഞു വന്നതല്ലേ, അതിൻ്റെ റെസിപ്രോക്കലിനെ അല്ലേ 1/sin A അല്ലേ കൊസീക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൈപ്പോട്ടന്യൂസ് ഡിനോമിനേറ്റർ കിടന്നത് ന്യൂമറേറ്ററിൽ പോവും, ന്യൂമറേറ്റർ കിടന്നത് ഡിനോമിനേറ്ററിൽ വരും. അപ്പം കൊസീക്കൻറ്റ് ഓഫ് ആംഗിൾ എ അല്ലെ കൊസീക്ക് എന്ന് പറയുന്നത് എന്താണ്? 1/sin A അഥവാ ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്ന് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? BC/AC എന്നുള്ളത് എന്തായി? തിരിച്ചങ്ങിട്ടാൽ മതി, AC/BC ആകും അല്ലേ. ഇതാണ് നെക്സ്റ്റ് ട്രിഗണോമെട്രിക് റേഷ്യോ കൊസീക്ക്. ഇനി അടുത്തത്, അപ്പം സൈൻ്റെ റെസിപ്രോക്കൽ എന്താണ്? സൈനെ തിരിച്ചിടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കൊസീക്ക് അല്ലേ ഇസിക്കൽ ടു AC/BC വന്നു. ഇനി കോസ് തിരിച്ചിടുന്ന എന്താണ്? കോസ് തിരിഞ്ഞു വരുന്നത് അല്ലെ കൊസൈൻ ഓഫ് ആംഗിൾ എ ആണ് നമ്മൾ AB/AC എന്ന് പറയുന്നത്. കോസിൻ്റെ റെസിപ്രോക്കലിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? സീക്കൻറ്റ് ഓഫ് ആംഗിൾ എ എന്ന് പറയാം. അതായത് ഇതിനെ ഷോർട്ട് ചെയ്ത് നമ്മൾ എന്ത് പറയുന്നു? CK എന്ന് പറയുന്നു. CK അപ്പം എന്ത് വരുമായിരിക്കും? കോസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു. സീക്കിൽ വരുന്നപ്പോൾ അതെന്തായി? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് ആയി. ഓക്കെ, അപ്പം അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഡിനോമിനേറ്ററിൽ കിടന്ന് AC ന്യൂമറേറ്ററിൽ പോവും, ന്യൂമറേറ്ററിൽ കിടന്ന് AB ഡിനോമിനേറ്ററിൽ വരും. അതിനെ നമുക്ക് AC/AB എന്ന് വിളിക്കാം. കോസിൻ്റെ റെസിപ്രോക്കൽ സീക്ക്. ഇനി നെക്സ്റ്റ് വൺ, ടാൻജൻറ്റ് ഓഫ് എ. അതിൻ്റെ റെസിപ്രോക്കൽ ഏതാണ്? ടാൻജൻറ്റ് ഓഫ് എയുടെ റെസിപ്രോക്കലിനെ നമുക്ക് കോ ടാൻജൻറ്റ് ഓഫ് എ അഥവാ കോട്ട്, ആദ്യത്തെ 3 ലെറ്റർ വെച്ച് നമ്മൾ ഷോർട്ട് ചെയ്തു, കോട്ടെ എന്ന് വിളിക്കാം. കോറ്റാൻജൻറ്റ് ഓഫ് എ അഥവാ കോട്ടെ എന്തായിരിക്കും? അപ്പോൾ കോറ്റാൻജൻറ്റ് ഓഫ് എ അഥവാ കോട്ടെ, ടാൻജൻറ്റ് ഓഫ് എ അഥവാ ടാൻ എ എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡായിരുന്നു. അപ്പം കോറ്റാൻജൻറ്റ് ഓഫ് എ അഥവാ കോട്ടെ എന്ത് വരും? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്, തിരിഞ്ഞു വരും അല്ലേ. അപ്പോൾ ഇതിലെങ്ങനെ വരും? ഈ ട്രയാങ്കിളിൽ AB ബൈ അല്ലേ, ഡിനോമിനേറ്ററിൽ കിടന്ന AB ന്യൂമറേറ്ററിൽ പോകും, ന്യൂമറേറ്ററിൽ കിടന്ന BC ഡിനോമിനേറ്ററിൽ വരും, AB/BC എന്ന് വരും. അപ്പം ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ ബേസിക് എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. സോ നമ്മൾ പഠിച്ചത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. ഒന്നുകൂടി നോക്കാം. ആദ്യത്തെ റേഷ്യോ സൈൻ തീറ്റ അല്ലെ സൈൻ ഓഫ് തീറ്റ. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ തീറ്റയായിട്ട് കൺസിഡർ ചെയ്യുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വശം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ തീറ്റ. ദെൻ കോസ് തീറ്റ അല്ലെങ്കിൽ കൊസൈൻ ഓഫ് തീറ്റ എന്ന് പറയുന്നത് അവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ആൻഡ് ടാൻജൻറ്റ് ഓഫ് തീറ്റ അഥവാ ടാൻ തീറ്റ എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിൻ്റെ
തീറ്റ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ തീറ്റ ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന അഡ്ജസൻറ്റ് സൈഡ് ആയിരിക്കും. അടുത്തത് കൊസീക്കൻ്റ് ഓഫ് തീറ്റ അല്ലെ കൊസീക് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആയിരിക്കും. അതായത് ഇത് തിരിഞ്ഞു വരും, ഹൈപ്പോട്ടന്യൂസെ ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. ദെൻ സീക്ക് തീറ്റ എന്ന് പറയുമ്പം കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ ആയിരിക്കും, അതായത് ഹൈപ്പോട്ടന്യൂസെ ബൈ അഡ്ജസൻറ്റ് സൈഡ് വരും. ആൻഡ് ലാസ്റ്റ് വൺ കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1/tan തീറ്റ അല്ലെങ്കിൽ ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ വരും. അത് എങ്ങനെ വരും? കോട്ട് തീറ്റ വരുമ്പം അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വരും. അപ്പം ഈ റേഷ്യോസ്, ഈ ട്രിഗണോമെട്രിക് റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസും ഈ റേഷ്യോസ് തമ്മിലുള്ള പരസ്പര റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വരും വീഡിയോസിൽ കൂടെ പരിചയപ്പെടാം. ഓക്കെ, അപ്പം ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.